السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه هو أغنى وأقنى، وأنه هو رب الشعرى، وأنه أهلك عادا الأولى وثمود فما أبقى، وقوم نوح من قبل إنهم كانوا هم أظلم وأطغى، والمؤتفكة أهوى فغشاها ما غشاها، فبأي آلاء ربك تتمارى. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അഖിലനിഖില മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അവസരങ്ങളെയും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു നജ്മിലെ 47 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 48 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പഠിക്കാനും പകർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാമിനും ഒക്കെ നൽകിയിട്ടുള്ള പൂർവ്വവേദ ഗ്രന്ഥങ്ങൾ, അതേപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രചരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാർ, അവർ പ്രബോധനം ചെയ്തു വന്നതും, അതേപോലെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പല സിദ്ധാന്തങ്ങളും ആദർശങ്ങളും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിന്റെ അതിമഹത്തായ പല അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു നമ്മെ അടിവരയിട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന കാര്യത്തിൽ 9 കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. 10 മുതലുള്ള ചില കാര്യങ്ങൾ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതോടുകൂടെ ഈ പ്രവാചകന്മാർ സത്യദീനുമായി കടന്നു വന്നപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നല്ല മനുഷ്യരായി നിങ്ങൾ തീരണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്, തോന്നിവാസങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തപ്പോൾ ആ പ്രബോധനങ്ങളെ തട്ടിക്കളയുകയും ആ ദർശനങ്ങൾക്ക് പിന്തുണ കൊടുക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ധിക്കാരികളായ സമൂഹത്തിന് നേരിട്ട പല ശിക്ഷാ സംഭവങ്ങളുമൊക്കെയാണ് ഈ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നത്. 10ാമത്തെ കാര്യം, വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ, വഅന്നഹു അവൻ തന്നെയാണ്, ഹുവ അവൻ, അഗ്നാ ഐശ്വര്യം നൽകിയത്, ഐശ്വര്യം നൽകുന്നത് അള്ളാഹുവാണ്. അതേ പ്രകാരം വഅഖ്നാ സംതൃപ്തി നൽകുന്നതും അള്ളാഹുവാണ്. അവൻ തന്നെയാണ് ഐശ്വര്യം നൽകുകയും സംതൃപ്തി നൽകുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. വഅന്നഹു ഹുവ റബ്ബുശ്ശിഅറാ, വഅന്നഹു അള്ളാഹുവാണ്, ഹുവ അവൻ തന്നെയാണ്, റബ്ബുശ്ശിഅറാ ശിഅറാ നക്ഷത്രത്തിന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. ശിഅറാ നക്ഷത്രത്തിന്റെ രക്ഷിതാവ് അള്ളാഹുവാകുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, 10ാമത് പറഞ്ഞത് എന്താ? 10ാമത് പറഞ്ഞത് വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ, ഐശ്വര്യം നൽകുകയും സംതൃപ്തി വരുത്തുകയും ചെയ്തത് അള്ളാഹു തന്നെയാണ്. ചില ആളുകൾക്ക് ധനവും സമ്പത്തും സൗഖ്യവും എല്ലാം ഉണ്ടാവും, അല്ലെ? എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല. ഒരേ പ്രായക്കാർ, ഒരേ വിദ്യാഭ്യാസമുള്ളവർ, എന്നാൽ അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധനവും സമ്പത്തുമെല്ലാം നൽകുന്നതും മറ്റൊരാളുടെ മുമ്പിൽ, അന്യന്റെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യമില്ലാതെ, മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ജീവിക്കുവാനുള്ള
സൗഭാഗ്യം നൽകുന്നത് ആരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വഹുവ, അത് അള്ളാഹു ആകുന്നു, വഅന്നഹു, തീർച്ചയായും അതെല്ലാം നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹുവാണ്. അതേ പ്രകാരം മറ്റു ചില ആളുകൾ, അവരെന്നും ദാരിദ്ര്യമാണ്, അവർക്ക് കഷ്ടപ്പാടുകൾ, എത്ര ജോലി ചെയ്താലും അത് തികയുന്നില്ല. രോഗങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലുകളിലും മറ്റുമായി അവരുടെ സമ്പത്തിന്റെ നല്ല ഒരു ഭാഗം അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി അവർ ചിലവഴിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ കാരണത്താൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ആ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും വിഷമാവസ്ഥയിലും നല്ല സംതൃപ്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കുമുണ്ട്, അല്ലെ? ദാരിദ്ര്യമുണ്ടായി എന്നതിന്റെ പേരിൽ അവർക്ക് മാനസികമായ പ്രയാസങ്ങളില്ല. സംഭവം പണമില്ല, അന്നന്ന് പിന്നെ ജോലി ചെയ്യുന്നു, അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നു, പിറ്റേ ദിവസവും ജോലി ചെയ്യുന്നു, എന്നാലും ജീവിതത്തിന് വല്ലാത്ത ഒരു സംതൃപ്തിയുണ്ട്. ഈ ഒരു മാനസികമായ അവസ്ഥയെല്ലാം നൽകുന്നത് ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സമ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകണം എന്നില്ല. സംതൃപ്തിയും മനസ്സമാധാനവും ഇല്ലാത്ത സമ്പത്തിനേക്കാൾ ഉത്തമം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംതൃപ്തിയും മനസ്സമാധാനവും സന്തോഷവും ഉള്ള ദാരിദ്ര്യമാകുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ, എല്ലാം തികഞ്ഞവർ, ഇഷ്ടം പോലെ സാമ്പത്തികമായ വിഭവങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവർക്ക് വരുമാനങ്ങളുണ്ട്, മാസാമാസം കിട്ടുന്ന വരുമാനങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല, വീട്ടിലൊരു സ്വസ്ഥതയുണ്ടാവില്ല, എപ്പോഴും ടെൻഷനാണ്. ഇങ്ങനെയുള്ള സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? സമാധാനമില്ലെങ്കിൽ സമ്പത്ത് ഒരിക്കലും മനുഷ്യന് പൂർണ്ണമായ സമാധാനം നൽകുമെന്ന പ്രതീക്ഷ ഒരിക്കലും ശരിയല്ല. എന്നാൽ ഈ സംതൃപ്തിയും മനസ്സമാധാനവും വല്ലാത്ത സുഖവും എല്ലാമുള്ള ദാരിദ്ര്യമാണ് അങ്ങനെയുള്ള സമ്പത്തിനേക്കാളും നല്ലത് എന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസ്ഥയെല്ലാം നൽകുന്നത് ഐശ്വര്യം നൽകുകയും സംതൃപ്തി വരുത്തുകയും ചെയ്യുന്നത് അള്ളാഹു തന്നെയാണ്. അടുത്തത് 11-ാമത്തത് പറഞ്ഞത് എന്താ? 11-ാമത്തത് അള്ളാഹു തന്നെയാണ് ഷിഅറ നക്ഷത്രത്തിന്റെ രക്ഷിതാവ്. ഷിഅറ നക്ഷത്രം അറേബ്യയിലെ ചില ബഹുദൈവ ആരാധകരുടെ ഒരു ആരാധ്യ വസ്തുവായിരുന്നു. എന്ത്? ഷിഅറ നക്ഷത്രം, മിഥുന നക്ഷത്രം. അതിനെ അവര് മുൻകാലത്തുള്ള അറബികളിൽ ചിലർ അതിനെ ആരാധിച്ചു വന്നിരുന്നു. അതുകൊണ്ട് അവർ ആരാധിച്ച, അവർക്കൊക്കെ പരിചയമുള്ള ആ നക്ഷത്രത്തിനെയും അതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അത് റഹ്മാനായ റബ്ബാകുന്നു എന്ന് അവർക്ക് പരിചയമുള്ള ആ ഒരു നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, അതിനെയും സൃഷ്ടിച്ചത് അള്ളാഹു ആകുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ധിക്കരിച്ചിട്ടുള്ള ചില ആളുകളെ കുറിച്ച്, അവർക്ക് നൽകിയിട്ടുള്ള ചില ശിക്ഷകളെ കുറിച്ചാണ് 12 മുതലുള്ള കാര്യങ്ങൾ അള്ളാഹു പറയുന്നത്. തീർച്ചയായും അള്ളാഹു അഹ്ലക നശിപ്പിച്ചു, നശിപ്പിച്ചു, അവൻ നശിപ്പിച്ചു ആരെ? ആദനിൽ ഊലാ, ആദിമ സമൂഹമായ ആദിനെ, ആദ്യ വിഭാഗമായ ആദിമ ജനതയായ ആദ് സമൂഹത്തെ നശിപ്പിച്ചത് ആരാകുന്നു? അള്ളാഹുവാണ്. അതേ പ്രകാരം വസമൂദ, ആദിമ ജനതയായ മറ്റൊരു സമൂഹമായിരുന്നു സമൂദ്. വസമൂദ, സമൂദിനെയും നശിപ്പിച്ചു ആര്? അള്ളാഹു. ഫമാ അബ്ഖാ, എന്നിട്ട് അവൻ ബാക്കിയാക്കിയില്ല. ആദിമ ജനതയായ ആദിനെയും സമൂദിനെയും നശിപ്പിക്കുകയും ഒരാളെയും അവശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്തത് അവനാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആദ് സമൂഹത്തെ കുറിച്ചും സമൂദ് ഗോത്രത്തെ കുറിച്ചുമൊക്കെ മുമ്പുള്ള പല സൂറത്തുകളിൽ പല തവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത സൂറത്തുണ്ട്, ആ അടുത്ത സൂറത്തിൽ അതിനെക്കുറിച്ച്, സൂറത്തുൽ ഖമറിൽ ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി തന്നെ ആ കാര്യം അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സൂറത്തിൽ കാണാം. അപ്പൊ 2 സമൂഹത്തെ നശിപ്പിച്ചു. ഒന്ന് ആദ് സമൂഹമാണ്, രണ്ടാമത്തത് സമൂദ് ഗോത്രമാണ്. അവരെ ഒരാളെയും അവശേഷിപ്പിക്കാത്ത വിധം, അവരുടെ ചിഹ്നങ്ങൾ പോലും കാണാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കൂട്ടമായി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ 3-ാമത്തെ ഒരു വിഭാഗം ആരാണ്? വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ ഇന്നഹും കാനൂഹും അല്ലമ വഅത്ഗാ. വഖൗമ നൂഹിൻ, നോഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചു. നോഹിന്റെ ജനതയെയും മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 3-ാമത്തത് നോഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്ന് പറയുന്നു. എന്താണ് ഇവരെ നശിപ്പിക്കാനുള്ള കാരണം? എന്താണ് ഇവർക്ക് ഈ ശിക്ഷയുണ്ടാകാനുള്ള കാരണം? അധികാരമില്ലാത്തത് കൊണ്ടാണോ? ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? സമ്പത്തില്ലാത്തത് കൊണ്ടാണോ?
അല്ല, മറിച്ച് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ 10 മടങ്ങ് ആരോഗ്യത്തിലും അതേ പ്രകാരം സമ്പത്തിലും കഴിവിലും എല്ലാം ആയുസ്സിലും എല്ലാം നമ്മേക്കാൾ മുന്നിട്ട് നിന്നവരായിരുന്നു ആദും സമൂദും അതേ പ്രകാരം നോഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുമൊക്കെ. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മേക്കാൾ എത്രയോ 10 മടങ്ങ് ആയുസ്സുള്ളവരായിരുന്നു, ആരോഗ്യമുള്ളവരായിരുന്നു. എന്നിട്ടും അല്ലാഹു തആല പ്രവാചകന്മാരുടെ കൽപ്പനകൾ അംഗീകരിക്കാത്തതിന്റെ പേരിൽ, ആ പ്രബോധനം സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിച്ചത് എന്തുകൊണ്ടാണ് അവരെ നശിപ്പിച്ചത്? അതാണ് അള്ളാഹു പിന്നീട് തുടർന്ന് പറയുന്നത്. ഇന്നഹും കാനൂഹും അല്ലമ വഅത്ഗാ. ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു, ഹും അല്ലമ ഹും അവർ തന്നെ അല്ലമ വലിയ അക്രമം ചെയ്യുന്നവർ ആയിരുന്നു, വഅത്ഗാ വലിയ ധിക്കാരികളും ആയിരുന്നു. അപ്പൊ അതിനു മുമ്പ് നോഹിന്റെ ജനതയെയും അള്ളാഹു നശിപ്പിച്ചു. തീർച്ചയായും അവർ കൂടുതൽ അക്രമവും കൂടുതൽ ധിക്കാരവും കാണിച്ചവരായിരുന്നു. അക്രമവും ധിക്കാരവും കാണിച്ച ജനതയായത് കൊണ്ടാണ് ഈ ആദിനെയും സമൂദിനെയും നോഹ് നബിയുടെ ജനതയെയും ഒക്കെ അള്ളാഹു നശിപ്പിച്ചത് എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അക്രമവും ധിക്കാരവും പെരുകി വരുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ ഓരോ ദിവസവും പുലരി പൊട്ടി വിടരുമ്പോ ദൃശ്യമാധ്യമങ്ങളിൽ, ശ്രാവ്യമാധ്യമങ്ങളിൽ നാം കേൾക്കുന്ന അക്രമങ്ങൾ ചെറുതൊന്നുമല്ല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിയ പെണ്ണിനെ കഷ്ടമായി കുക്കറിൽ വേവിച്ച കഥ പഴയ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഓർക്കാൻ കഴിയുമോ? അത്തരം വാർത്തകൾ വരികയാണ്. പ്രിയപ്പെട്ട സഹോദരനെ, പ്രിയപ്പെട്ട കൂട്ടുകാരനെ വെട്ടി നുറുക്കി ബേഗിലാക്കി വലിച്ചെറിയുന്ന ആളുകളുടെ കഥകൾ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പറക്കമുറ്റാത്ത 2 വയസ്സുള്ള കൊച്ചുമോളെ അമ്മാവൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന കഥ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ വെട്ടിക്കൊലപ്പെടുത്താൻ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത കഥകൾ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ആ നിലക്ക് എനിക്ക് നന്നാകണം, എനിക്കുണ്ടാകണം എന്ന ആ ഒരു ചിന്തയിൽ മറ്റുള്ളവരെ ആക്രമിക്കുവാനും ഒരു മടിയുമില്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു ആയതാണ് നോഹ് നബിയുടെ ജനതയെയും ആദ് സമൂഹത്തെയും സമൂദ് ഗോത്രത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. ഇന്നഹും കാനൂഹും അല്ലമ വഅത്ഗാ. അവർ ഏറ്റവും അക്രമം ചെയ്തവരായിരുന്നു, ഏറ്റവും വലിയ ധിക്കാരത്തിന്റെ ഉടമകളായിരുന്നു. റഹ്മാനായ റബ്ബ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടും ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിങ്ങൾക്ക് ചിരിക്കാനും കരയുവാനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നവൻ, അതേ പ്രകാരം നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുകളാണ്. അല്ലാഹുവാണ് ഇതെല്ലാം ചെയ്തു തന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയാലും അതൊക്കെ മറന്നുകൊണ്ട് ധിക്കാരിയായി ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ശക്തമായ താക്കീതുകളാണ് ഈ ആയത്തുകളിൽ നിന്ന്, ഈ സംഭവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. തുടർന്ന് അല്ലാഹു പറയാം 53-ാമത്തെ ആയത്തിൽ ഒരു സമൂഹത്തെ കുറിച്ച്. ഏതാണ് ആ സമൂഹം? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. والمؤتفكة أهوى فغشاها ما غشا. والمؤتفكة മറഞ്ഞു കിടക്കുന്നതിനെയും അത്തരം ഒരു രാജ്യത്തിനെയും അഹ്വ അവൻ വീഴ്ത്തിക്കളഞ്ഞു. അപ്പൊ കീഴ്മേലായി മറിഞ്ഞു കിടക്കുന്ന ആ രാജ്യത്തെ അവൻ വീഴ്ത്തുകയും ചെയ്തു. ഫഗശാഹാ മാ ഗശാ. ഫഗശാഹ എന്നിട്ട് അതിനെ ആവരണം ചെയ്തു. മാ ഗശാ ആവരണം ചെയ്തതൊക്കെയും, അതിനെ ആവരണം ചെയ്തു. ഇതാണ് ഈ പദത്തിന്റെ അർത്ഥം. ഇവിടെ 53, 54 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ജനത ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ്. മദാഇനു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. എന്തായിരുന്നു അവരിലുണ്ടായിരുന്ന വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സ്ത്രീകളെ പ്രാപിക്കുന്നതിന് പകരം പുരുഷന്മാരെ പ്രാപിക്കുന്ന സ്വവർഗരതി എന്ന് പറയുന്ന വളരെ മോശമായ ഒരു പ്രവർത്തനത്തിന്റെ ഉടമകളായിരുന്നു ആ ജനത, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു, കീഴ്മേൽ മറിച്ചു കളഞ്ഞു. വഅംതർനാ അലൈഹിം മതറൻ. അവരുടെ മേൽ തീക്കല്ല് വർഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ 4 ജനതയെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരായ 4 ജനത. ഒന്ന് ആദ് സമൂഹമാണ്, മറ്റൊന്ന് സമൂദ് ഗോത്രമാണ്. അതേ പ്രകാരം നോഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. വിവിധങ്ങളായ ശിക്ഷകൾ ഇവരിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ആരാകുന്നു? ഞാനാകുന്നു. അതെല്ലാം ചെയ്തത് ഞാനാണ്. എന്നെ ധിക്കരിച്ചുകൊണ്ട് അക്രമികാരികളായി ജീവിച്ചത് കൊണ്ട്, പ്രവാചകന്മാരുടെ കൽപ്പനകൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവർക്ക് വിവിധങ്ങളായ ശിക്ഷകളെ ഞാൻ ഇറക്കി കൊടുത്തു എന്നും അള്ളാഹു പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു തന്നത്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എത്ര കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. എത്ര കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. 13 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അടിമേലായി മറിഞ്ഞു കിടക്കുന്ന ജനത അഥവാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ രാജ്യം, അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അതേപ്രകാരം ആദിവർഗത്തെയും സമൂത് ഗോത്രത്തെയും നിശേഷം നശിപ്പിച്ചത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. ഷറയുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ 13 കാര്യങ്ങൾ അടിവരയിട്ട് കൊണ്ട് നമുക്ക് പരിചയമുള്ള പല കാര്യങ്ങളും പല അനുഗ്രഹങ്ങളെയും ഓർമ്മപ്പെടുത്തി. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ഏറ്റവും അവസാനം അല്ലാഹു ചോദിക്കുന്ന വല്ലാത്ത ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഇതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണല്ലോ. ചിരിക്കുന്നതും കരയുന്നുണ്ട്. ഇല്ലായ്മകളിൽ നിന്നാണ് നമ്മൾ വന്നത്. അതേ പ്രകാരം ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. എല്ലാ നിമിഷങ്ങളിലും റഹ്മാനായ റബ്ബിന്റെ ഇടപെടലുകളുണ്ട്. എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം 55-ാമത്തെ ആയത്ത്. കാത് കൂർപ്പിച്ച് കേൾക്കേണ്ട, മനസ്സുകളിൽ ഏത് സമയത്തും കോറിയിടേണ്ട ഒരു ആയത്ത്. എന്താണത്? ഇതൊക്കെ പറഞ്ഞു തന്നിട്ട്, ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തി ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് റബ്ബിന്റെ ചോദ്യം അപ്പോൾ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ്? റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ്? നീ തർക്കം നടത്തി സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെ പറ്റിയാണ് നീ തർക്കിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ, 13 കാര്യങ്ങൾ ഇങ്ങനെ വണ്ണായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് സംവദിക്കുകയാണ്. നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, മനുഷ്യ അതൊക്കെ ചെയ്തു തന്നത് ഞാനല്ലേ? വ അന്നഹു, തീർച്ചയായും അത് അല്ലാഹു തന്നെയല്ലേ? വ അന്നഹു ഹുവ, അത് അല്ലാഹു തന്നെയാണ്. അതിൽ മറ്റൊരാൾക്കും ഒരു ഇടപെടലുകളും ഇല്ല. എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം ചെയ്തു തന്നത് അല്ലാഹു ആയിരിക്കെ മനുഷ്യ ഈ പറയപ്പെട്ട ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ്? റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് തെതമാറാനി സംശയം പ്രകടിപ്പിച്ചു തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വല്ലാത്ത ഒരു ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ ആലോചിച്ച് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ മനുഷ്യർക്ക് കഴിയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും ആലോചിച്ചറിയാൻ സാധിക്കാത്തതുമായ ധാരാളം കാര്യങ്ങൾ നിരത്തി കാണിച്ചു തന്നതിന് ശേഷം അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലും പ്രവർത്തനങ്ങളിലും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണോ മനുഷ്യരെ? നിങ്ങൾ ഇനിയും സംശയിക്കുകയാണോ ഈ അള്ളാഹുവിനെ കുറിച്ച്? നിന്റെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നിനക്ക് സംശയിച്ച് തർക്കിച്ചു നോക്കാൻ കഴിയുക എന്ന റഹ്മാനായ റബ്ബിന്റെ ചോദ്യം ഏറെ ഗൗരവത്തോടുകൂടെ മനസ്സിരുത്തിക്കൊണ്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ഒന്നിലും തർക്കിക്കാൻ നമുക്ക് അവകാശമില്ല, ഒന്നിലും സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ, അവന്റെ നിയമങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുമോ അത്രത്തോളം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്ത് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശങ്ങളായി നമുക്ക് ലഭിച്ചിട്ടുള്ള, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് സത്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കുക. ആ മാർഗത്തിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഐശ്വര്യം നൽകുകയും സംതൃപ്തി വരുത്തുകയും ചെയ്തത് അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് ഷിഅറ നക്ഷത്രത്തിന്റെ രക്ഷിതാവ് എന്നുള്ള കാര്യങ്ങൾ. ആദിമ ജനതയായ ആദിനെയും സമൂദിനെയും നശിപ്പിക്കുകയും ഒരാളെയും ബാക്കിയാക്കാതിരിക്കുകയും ചെയ്തത് അവനാണ് എന്നുള്ള കാര്യവും. അതിനു മുമ്പ് നോഹിന്റെ ജനതയെയും അവൻ നശിപ്പിച്ചു. തീർച്ചയായും അവർ കൂടുതൽ അക്രമവും കൂടുതൽ ധിക്കാരവും പ്രവർത്തിച്ചവരായിരുന്നു. കീഴ്മേൽ മറിഞ്ഞ രാജ്യത്തെയും അവൻ തകർത്തു കളഞ്ഞു. അങ്ങനെ ആ രാജ്യത്തെ അവൻ ഭയങ്കരമായ ഒരു ശിക്ഷയുടെ ആവരണം കൊണ്ടങ്ങ് പൊതിഞ്ഞു കളഞ്ഞു. അപ്പോൾ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെ പറ്റിയാണ് നീ തർക്കം നടത്തി സംശയിച്ചു കൊണ്ടിരിക്കുന്നത്?